ഡസ്കി സ്കിൻ ടോൺസിന് പറ്റിയ കുറച്ച് കൺസീലേഴ്സ് നോക്കിയാലോ. സോ വെൽക്കം ടു മൈ ചാനൽ. ഡിലേ ആക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ഒരു ഫേവറേറ്റ് കൺസീലർ ആണ്. ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന കൺസീലർ ആണ് മേബിലിന്റെ ഏജ് റിവൈൻ കൺസീലർ. ഇതിൽ എന്റെ ഷെയ്ഡ് വന്നിട്ട് കാരമൽ ആണ്. ഈ കൺസീലറിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ സെപ്പറേറ്റ് കളർ കറക്ഷന്റെ ആവശ്യം വരാറില്ല. കാരണം ഇതിലൊരു ഓറഞ്ച് ഷെയ്ഡ് ഇങ്ങനെ മുന്നോട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഓറഞ്ച് കളർ കറക്ഷൻ കൊണ്ട് ഡാർക്ക് സർക്കിൾസ് ഒന്നും ഹൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് ഞാനിത് യൂസ് ചെയ്യുന്നത് ഒരു ബ്രൈറ്റനിങ് കൺസീലർ ആയിട്ടല്ല, എന്റെ സെയിം ഷെയ്ഡിൽ വരുന്ന ഒരു കൺസീലർ ആണ്. അതായത് ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യാറ്. പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യാറൊന്നുമില്ല, കാരണം ഇതിന് നല്ലൊരു മാറ്റ് ഫിനിഷ് ആണുള്ളത്. ഒരു പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് മിക്കവാറും വരാറില്ല. ജസ്റ്റ് ഇത് എടുക്കുക, ഡാർക്ക് സർക്കിൾസിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ബ്ലെൻഡ് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. ഇതിന് അത്യാവശ്യം നല്ല ഷെയ്ഡ് റേഞ്ചസ് വരുന്നുണ്ട്. ഇതിലും ഡാർക്കർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഇതിന്റെ ആപ്ലിക്കേറ്റർ ഓൾസോ വെറൈറ്റി ആണ്. ദേ ഇങ്ങനെയാണിത് പ്രോഡക്റ്റ് എടുക്കുന്നത്. ചിലർക്കൊന്നും ഈ ഒരു ആപ്ലിക്കേറ്റർ ഇഷ്ടമല്ല, കാരണം ഇതിനകത്ത് ഇങ്ങനെ പ്രോഡക്റ്റ് വന്നിരിക്കും, അപ്പൊ അത് ബാക്ടീരിയാസ് ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടക്കേടൊന്നും തോന്നിയില്ല, എനിക്കിത് ഇഷ്ടമാണ്. ആൻഡ് നിങ്ങൾ എൻ്റെ സെയിം സ്കിൻ ഷെയ്ഡ് ആണെങ്കിൽ ഈ കൺസീലർ എന്തായാലും നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ മേളിൽ ഫൗണ്ടേഷനും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഡയറക്റ്റ് ആയിട്ട് ഡാർക്ക് സ്പോട്ട്സ് കൺസീൽ ചെയ്യാൻ ആൻഡ് വി ആർ റെഡി ടു ഗോ. ഇനി സെക്കൻഡ് കാണിക്കാൻ പോകുന്ന കൺസീലർ ഈസ് ഓൾസോ ഫ്രം മേബിലിൻ. ഇതിന്റെ ഷെയ്ഡും കാരമൽ തന്നെയാണ്, പക്ഷെ എന്നാൽ കൂടിയും ഇതൊരു പൊടിക്ക് ലൈറ്റ് ആണ്. അതായത് ഡാർക്ക് സർക്കിൾസ് ഒന്നും കൺസീൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു ഹൈലൈറ്റിംഗ് കൺസീലർ ആവുമെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ലൈറ്ററും അല്ല. പക്ഷെ ഞാനിത് യൂസ് ചെയ്യാറുള്ളത് ഏജ് റിവൈൻ കൺസീലർ ഇല്ലേ, ഇതുകൊണ്ട് ഫസ്റ്റ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ കൺസീൽ ചെയ്തതിന് ശേഷം അതിന്റെ മേളിലാണ് മേബിലിന്റെ ഈ ഒരു കൺസീലർ ഞാൻ യൂസ് ചെയ്യാറ്. സോ ഇതിന്റെ ആപ്ലിക്കേറ്റർ ഒക്കെ വന്നിട്ട് സാധാ എല്ലാ കൺസീലേഴ്സിനെയും പോലത്തുള്ള ഇങ്ങനത്തെ ആപ്ലിക്കേറ്റർ ആണ്. കണ്ടോ, ഈ ഷെയ്ഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ലൈറ്റർ ആണ്. ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഏജ് റിവൈൻ കൺസീലർ ആണ്, ഇത് ഈ മേബിലിൻ ഫിറ്റ്മിയുടെ കൺസീലർ. സോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഫിറ്റ്മി ലൈറ്റർ ആണ്. പക്ഷെ ഈ ഒരു കൺസീലർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹൈലൈറ്റിംഗ് കൺസീലർ ആയിട്ട് യൂസ് ചെയ്യാം. ഏജ് റിവൈൻ കൺസീലർ ഒറ്റ സ്വൈപ്പിൽ തന്ന ഒരു കവറേജ് തരത്തില്ല, പക്ഷെ ബിൽഡബിൾ ആണ്. ഫുൾ കവറേജ് ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഡാർക്ക് സർക്കിൾസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഷി ആക്കും. ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇത് നേരിട്ട് കുറച്ച് ആഷിയാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ കളർ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഏജ് റിവൈൻ കൺസീലർ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഈ ഫിറ്റ്മി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് മാഴ്സിന്റെ ഈ ഒരു ക്യാൻസൽ കൺസീലർ ആണ്. സോ ഇത് ആക്ച്വലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേന്ന് പറഞ്ഞ് 1-2 കോമന്റ്സ് വന്നിട്ട് ഞാൻ മേടിച്ച് നോക്കിയതാണ്. ഇതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് 07. ഇതിന്റെ ഒരു ആപ്ലിക്കേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവെ ഇങ്ങനെ കുറച്ച് വലുതായിട്ടുള്ള ഈ ടിപ്പ് വരുന്ന ആപ്ലിക്കേറ്റേഴ്സ് ഇഷ്ടമാണ്. ഇതിന്റെ ഷെയ്ഡ് കാണിച്ചു തരാം. സോ ഇതിന്റെ ഷെയ്ഡ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. 07 ആണോ 08 ആണോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഫൈനലി 07 തന്നെ ചൂസ് ചെയ്തു. പക്ഷെ ഈ ഷെയ്ഡ് എനിക്ക് കറക്റ്റ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ആ ഒരു യെല്ലോ ടിന്റ് ഇത്തിരി കൂടുതലാണ്. പക്ഷെ അത് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അത് ശരിക്കും നമുക്കൊരു നല്ല കാര്യമാണ്. കാരണം ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഇപ്പോൾ കൺസീൽ ചെയ്തെടുക്കാൻ പറ്റും. അതായത് എക്സ്ട്രാ കളർ കറക്ഷന്റെ ആവശ്യം വരത്തില്ല. അപ്പൊ ഞാൻ ഈ കൺസീലർ യൂസ് ചെയ്യുന്നത് ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിൾസും ഒക്കെ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് യൂസ് ചെയ്തതിന് ശേഷം അതിന്റെ മേളിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ് മൊത്തം ഒരു യെല്ലോ കളർ ഇത്തിരി കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ ഈ കൺസീലർ മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇത് വെച്ച് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കൺസീൽ ചെയ്തിട്ട് പിന്നെ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. മാഴ്സിന്റെ ഒരു ക്യാൻസൽ കൺസീലർ കുറച്ച് എമൗണ്ട് അപ്ലൈ ചെയ്താൽ മതി. കണ്ടോ, ആ ഒരു ഫുൾ കവറേജ് ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ആണ്. സോ ലാസ്റ്റ് കൺസീലർ ഇൻസൈറ്റിന്റെ ഒരു HD കൺസീലർ ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു വലിയ കൺസീലർ, നല്ല വലുപ്പമുണ്ട്. ഇതിന്റെ ആപ്ലിക്കേറ്റർ ഓൾസോ ഈ നല്ല വലിയ ആപ്ലിക്കേറ്റർ ആണ്. പക്ഷെ മാഴ്സിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതാണിത്. ഇൻസൈറ്റിന്റെ ഒരു കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇത് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഇതെനിക്ക് കുറച്ചൊന്നും എന്റെ ഫേസ് ഡാർക്കർ ആക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇത് യൂസ് ചെയ്ത് ഫസ്റ്റ് ഡാർക്ക് സർക്കിൾസ് പിഗ്മെന്റേഷൻ കൺസീൽ ചെയ്യും. അതിനുശേഷം ചിലപ്പോൾ ഞാൻ വേറൊരു കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് പോവും, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് പോവാം. സോ ഇത് മാത്രം എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇൻസൈറ്റിന്റെ ഒരു കൺസീലർ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പം അത്യാവശ്യം ഫുൾ കവറേജ് ഒക്കെ തരും. പക്ഷെ നമ്മൾ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു മീഡിയം കവറേജ് ആയിരിക്കും, പക്ഷെ അത് ബിൽഡബിൾ ആണ്, ഫുൾ കവറേജ് ആക്കി എടുക്കാൻ പറ്റും. ഇതിൽ ആ ഒരു ഓറഞ്ച് ടിന്റ് ഇത്തിരി കൂടി നിൽക്കുന്നത് കൊണ്ട് ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷവും ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഇതിന്റെ മേളിൽ വേറെ
ഒരു ഹൈലൈറ്റിംഗ് കൺസീലറോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിൾസും ഒക്കെ കൺസീൽ ചെയ്യാൻ ഇതും ബെസ്റ്റ് ആണ്. സോ നിങ്ങൾ എന്റെ സ്കിൻ ഷെയ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 കൺസീലേഴ്സ്, അതായത് Maybelline Age Rewind 1, മാർസിന്റെ ക്യാൻസൽ കൺസീലറും ഇൻസൈറ്റിന്റെ ഒരു HD കൺസീലറും നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സ്കിൻ ഷെയ്ഡിന്റെ ഒരു പെർഫെക്റ്റ് കളർ മാച്ച് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ കൺസീലേഴ്സ് ആണ്. പിന്നെ Maybelline ഒരു Fit Me 1 നിങ്ങൾക്ക് ഒരു ഹൈലൈറ്റിംഗ് കൺസീലർ പോലെ യൂസ് ചെയ്യാൻ പറ്റും. Maybelline Age Rewind കൺസീലർ വന്നിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണ്, ഫുൾ കവറേജും തരും. Maybelline Fit Meയുടെ കൺസീലർ വന്നിട്ട് എന്തായാലും മീഡിയം ടു ഫുൾ കവറേജ് തരും. മാർസിന്റെ ക്യാൻസൽ കൺസീലർ ഓൾസോ തിക്ക് കൺസിസ്റ്റൻസി ആണ്, ഫുൾ കവറേജും തരും. ഇൻസൈറ്റ് HD കൺസീലർ ഒരു മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ്, ഫേസിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. സോ അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള കൺസീലർ ഷെയ്ഡ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്ത് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.